നമസ്കാരം. ഇന്നത്തെ ചിന്ത ഒരു ചെറുകഥയിൽ നിന്നാണ്. അഷിത എഴുതിയ കഥയിൽ നിന്നാണ്. കഥയുടെ പേര് പൊരുൾ. ഒരു പെണ്ണ് കാണലാണ് കഥാസന്ദർഭം. കഥ ഇങ്ങനെയാണ്. പെണ്ണ് കാണൽ അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ്. എന്നാൽ ഇനി ചെറുക്കന് പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കാരണവന്മാർ പറയുന്നത്. ചെറുക്കൻ മുറിയിലേക്ക് കാലുകുത്തിയതിനോടൊപ്പം ജനാലയിലൂടെ ഒരു വേട്ടാളനും പറന്നു വന്ന് ഹുങ്കാരത്തോടെ മുറിയിൽ ചുറ്റിപ്പറക്കാൻ തുടങ്ങി. നിലത്ത് 3 ഭസ്മക്കുറികൾ പെരുവിരലുകൊണ്ട് വരച്ചു നിൽക്കുന്ന പെൺകുട്ടിയോട് അല്പം പതറിക്കൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ പേര് ശിവൻ, മുഴുവൻ പേര് സദാശിവൻ. പിന്നെ ഒരു ചെറിയ ചമ്മിയ ചിരിയോടെ അയാൾ മുഴുമിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താ ചോദിക്കുക എന്ന വലിയ പിടിയൊന്നുമില്ല. അപ്പോഴാണ് അവൾ മുഖമുയർത്തുന്നത്. ഇത് അങ്ങയുടെ മാത്രം പ്രശ്നമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നമാണ്. അവൾ മൊഴിഞ്ഞു. ഒരു സന്ദർഭത്തിലേക്ക് ഓടിക്കയറുക, പക്ഷെ അതിൽ നിന്ന് പുറത്തേക്കുള്ള വഴി നിശ്ചയമില്ലാതെ ഉഴറുക. ഒരു ഉദാഹരണത്തിന് ഈ വേട്ടാളനെ തന്നെ നോക്കൂ. ജനലിലൂടെയാണ് അത് കടന്നു വന്നത്. എന്നിട്ടും 2 വട്ടം മുറിയിൽ ചുറ്റിക്കറങ്ങി കഴിയുമ്പോഴേക്കും പുറത്തേക്കുള്ള വഴി മറന്നു. പാവം. നിസ്സാരമായ ഒരു കാര്യമാണ്. ജനലിലൂടെയാണ് വന്നത്, അതിലെ തന്നെ തിരിച്ച് പറക്കുകയേ വേണ്ടൂ. ഇത് കേട്ടു നിന്ന ചെറുക്കന് ദേഷ്യം വന്നു. തീ പാറുന്ന നോട്ടത്തോടെ അയാൾ ചോദിച്ചു, എന്നെ കളിയാക്കുകയാണോ? ഒരു ചെറു ചിരിയോടുകൂടിയാണ് അവൾ മറുപടി പറയുന്നത്. ആ കഥയിൽ ഇങ്ങനെയാണ്. ദാ നോക്കൂ, ഇപ്പോൾ കോപത്തിലേക്ക് പാഞ്ഞു കയറിയ അങ്ങേ, ഇനി ഇതിൽ നിന്നും പിടിച്ചിറക്കണമെങ്കിൽ എന്റെ അനുനയവും മാപ്പപേക്ഷയും വേണ്ടേ? മനുഷ്യവംശത്തിന്റെ മുഴുവൻ പ്രശ്നവും ഇതാണ്. ദേഷ്യത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന്, കാമത്തിൽ നിന്ന്, മതലോഭങ്ങളിൽ നിന്ന് ഓടിക്കയറിയ ശേഷം മടങ്ങി പുറത്തു വരാൻ അറിഞ്ഞുകൂടാ. പൊരുൾ ഉണർന്ന് പരസ്പരം പേരുകൾ പറഞ്ഞ് കഥ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇറങ്ങിപ്പോരാനാവാത്ത വിധം നാം കുടുങ്ങിപ്പോയ പലതിൽ നിന്നും നമുക്കൊരു പുതിയ ഓപ്പണിംഗ് നൽകുന്ന ദിനങ്ങൾ തന്നെ ആവണം ഈ നോമ്പുകാലം. നമ്മുടെ അല്പത്തരങ്ങളുടെയും അപമാന രാഗങ്ങളുടെയും അവിവേകങ്ങളുടെയും കുടിയിരിപ്പിൽ നിന്ന് നമുക്ക് വിമോചിതരാവണം. പൊരുളിലേക്ക് നമുക്ക് ഉണരണം. നമസ്കാരം.